ഇലക്ഷൻ ട്രാവലർ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത് നാട്ടിക മണ്ഡലത്തിലാണ്. വളരെ തിരക്കോടെ ഇവിടുത്തെ ചുമതലയുള്ള VS സുനിൽകുമാർ CPI നേതാവ് യാത്ര ചെയ്യുകയാണ് മണ്ഡലത്തിലൂടെ. അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് ഇടയ്ക്ക് നമ്മൾ കണ്ടു, നമ്മൾ സംസാരിച്ച് നമ്മളങ്ങ് പോകുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട്? നല്ല തിരക്കിലേക്ക് സ്വാഗതം. എന്താ അവസ്ഥ നാട്ടികയില്? നാട്ടിക ഞങ്ങള് നല്ല ഭൂരിപക്ഷം ജയിക്കും. അത് ശരി. അല്ല, പൊതുവെ തൃശ്ശൂരിന്റെ ഒരു സ്ഥിതി? തൃശ്ശൂര് ഞങ്ങള് കഴിഞ്ഞ തവണ ചാലക്കുടി ആയിരുന്നല്ലോ നമ്മുടെ നഷ്ടപ്പെട്ടത്. ഇത്തവണ ചാലക്കുടിയും കൂടി പിടിക്കാൻ ഞങ്ങളൊരു വലിയ പരിശ്രമം നടത്താണ്. ആ പരിശ്രമം വിജയിക്കുന്നതാണ് എൻ്റെ ധാരണ. കാരണം കുഴപ്പമുണ്ടാവില്ല, ഇത്തവണ നല്ല റിസൾട്ട് ആയിരിക്കും തൃശ്ശൂർ പൊതുവെ. കാരണം ഞങ്ങളുടെ സിറ്റിംഗ് MLA പിന്നെ ഇപ്പോൾ ഇവിടെ മാത്രമാണല്ലോ സിറ്റിംഗ് MLA BJPയിൽ പോയത്. അത് ഞങ്ങൾക്ക് കുറച്ച് ഗുണം ചെയ്യുള്ളൂ. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതനുസരിച്ച് നമുക്കൊരു ഗുണകരമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ കുറെ ആരോപണങ്ങൾ, ആ ആരോപണത്തിനുള്ള മറുപടി തന്നെയാണ് അദ്ദേഹത്തിന്റെ BJP പോക്കോട് കൂടി അതിനുള്ള ഉത്തരവായി. അദ്ദേഹം അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശത്തിന്റെ പരിവേഷം ഒക്കെ പോയല്ലോ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യത, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് 18 ലക്ഷം മറ്റോ കൊടുത്തിട്ടാണ്, 18ആണോ 16ആണോ എന്നറിയില്ല. എന്തായാലും വലിയ തുക അദ്ദേഹം ഇപ്പോ സഹകരണ ബാങ്കില് കടം വീട്ടി. പക്ഷെ ഈ പാർട്ടി പ്രവർത്തനത്തിലൂടെയൊക്കെ ഉണ്ടായ ബാധ്യത തീർക്കാൻ നിവൃത്തിയില്ലാതെ എങ്ങാനും ചെയ്തതാണെങ്കിലും. അല്ല, പാർട്ടി പ്രവർത്തനത്തിലൂടെ ബാധ്യത എല്ലാ ആൾക്കുണ്ടായത് പാർട്ടി പ്രവർത്തനത്തിലൂടെ നേട്ടല്ലേ. കാരണം അദ്ദേഹത്തിന് 22ാമത്തെ വയസ്സിൽ പാർട്ടി ജോലി കൊടുത്തിട്ട് 36 കൊല്ലം ജോലിയില് അദ്ദേഹം പാർട്ടിയുടെ സഹായത്തോടുകൂടി ജോലി കിട്ടി. അദ്ദേഹം പിരിയുമ്പോൾ 60,000 രൂപ ശമ്പളമുള്ള ആളാണ്. ഈ 16,000 രൂപ അദ്ദേഹം ഈ MLAയുടെ വരുമാനം എന്ന് പറയുമ്പോൾ 10-70,000 രൂപ ഉണ്ടാവുമല്ലോ. ഈ 16,000 രൂപ അദ്ദേഹത്തിന് പെൻഷനും കൂടി കിട്ടുമ്പോൾ ഏകദേശം 1 ലക്ഷത്തിൽ താഴെ രൂപ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ അദ്ദേഹം പിരിയുമ്പോൾ 10-23 ലക്ഷം രൂപ അദ്ദേഹത്തിന് റോഡൻ വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പാർട്ടി കൊണ്ട് ദാരിദ്ര്യം ഉണ്ടാവുക? കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പാർലമെന്റിലേക്ക് NDA വിജയിച്ചു, BJP വിജയിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു സ്ഥിതി ഉണ്ടാവും. അല്ല, ഞങ്ങൾക്ക് 2 കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ തവണ 2024 ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള BJPയുടെ 1ാം സ്ഥാനത്തേക്ക് വരവർ വീണ്ടും 3ാം സ്ഥാനത്തേക്കും LDF 1ാം സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നിന്നും വളരെ മെച്ചപ്പെട്ട റിസൾട്ടാണ് ഇത്തവണ ഞങ്ങൾക്ക് ഈ അസം തദ്ദേശ ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് പരമ്പരാഗത ഞങ്ങൾക്ക് ആകെ നഷ്ടപ്പെട്ടു എന്ന് പറയാവുന്ന ഒരു കാര്യം തൃശ്ശൂർ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു. അല്ലാതെ രാഷ്ട്രീയമായ കാരണം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൊതുവെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ BJPയുടെ പരമ്പരാഗത കൊടുങ്ങല്ലൂർ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. അവർ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പിടിക്കുമെന്ന് വിചാരിച്ച് BJPക്ക് സീറ്റ് കുറഞ്ഞു. അവർക്ക് അവണിശ്ശേരി പഞ്ചായത്തിൽ അവർക്കുണ്ടായിരുന്ന അവരുടെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവർ വിജയിച്ചത് എങ്ങനെയാണ്? 2 പഞ്ചായത്തിൽ അവർ വിജയിച്ചത് മറ്റത്തൂരിൽ ഒന്നടങ്കം BJP കോൺഗ്രസ് ആയിട്ട് മാറിയതാണ്. അല്ല, കോൺഗ്രസ് BJP ആയിട്ട് മാറിയതാണ്. അതാണ് യഥാർത്ഥ ഡീല്. പക്ഷെ എന്നാലും ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം ആളുകൾ അസ്വസ്ഥപ്പെടുന്ന സാന്നിധ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നിപ്പോ മറ്റേ ഫോറിൻ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടക്കുകയാണല്ലോ. അപ്പൊ അതിനൊക്കെ ഇദ്ദേഹം മറുപടി പറയേണ്ട സാഹചര്യമാണുള്ളത്. കാരണം ജനങ്ങൾക്കിടയിൽ ഈ തെറ്റായ പ്രചരണം നടത്തി അമിതമായിട്ടുള്ള ചില പ്രതീക്ഷ കൊടുത്ത് ഈ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാണ്ടിരുന്നത് എന്നുള്ളതിനെ പറ്റി ആളുകൾ എനിക്കുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അത് യഥാർത്ഥത്തിൽ പ്രസംഗിക്കേണ്ട സ്ഥലം തൃശ്ശൂരല്ലേ. തൃശ്ശൂർ അദ്ദേഹം പ്രസംഗിച്ചില്ല, പ്രസംഗിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം അന്ന് കൊടുത്ത വാഗ്ദാനം ഉണ്ടല്ലോ അവിടെ. ആ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പോൾ വായുവിൽ നിൽക്കുകയാണല്ലോ. ആ വായുവിൽ വന്നു നിന്നിട്ട് അദ്ദേഹം സംസാരിക്കാൻ പറ്റും. ഈ ക്രൈസ്തവ വോട്ടുകളെ ഈ പുതിയ തീരുമാനം സ്വാധീനിക്കുമോ കേന്ദ്ര സർക്കാർ? ക്രൈസ്തവരുടെ പ്രശ്നം മാത്രമായിട്ട് കാണരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓരോ ജനവിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളെ, അത് ക്രൈസ്തവരുടെ പ്രശ്നം മുസ്ലിം ജനവിഭാഗം നേരിടുമ്പോൾ മുസ്ലിംസിന്റെ പ്രശ്നം എന്ന് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. അത് ഇരുകൂട്ടരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് നേരിടുന്ന പ്രശ്നമായിട്ട് നമ്മളതിനെ കണ്ടാൽ നേരത്തെ നമ്മൾ മുസ്ലിംസ് മാത്രം നേരിട്ട പ്രശ്നമായിട്ടും കൂടി കാണേണ്ടി വരും. അങ്ങനെയല്ല പ്രശ്നം. ഇത് RSS BJPയുടെ ഭരണത്തിന്റെ പ്രശ്നമാണ്, അവരുടെ നയത്തിന്റെ പ്രശ്നമാണെന്നുള്ളത് ഇവിടുത്തെ മതേതര വിശ്വാസികൾ മനസ്സിലാക്കണം. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രശ്നമായിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ ചുരുക്കി കണ്ടതാണ് ഈ RSSും BJPയും വളരാനിടയാക്കിയുള്ള ഒരു സാഹചര്യം. ഈ കേന്ദ്രമന്ത്രിയെ പറ്റി സംസാരിച്ചല്ലോ, എവിടെയാണ് കേന്ദ്രമന്ത്രി?
അദ്ദേഹം പെട്രോളിയം സഹമന്ത്രിയാണ്. അദ്ദേഹം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ഹോട്ടലുകളിൽ ഇപ്പോൾ നമ്മൾ ചായ കുടിച്ച ഹോട്ടലിലടക്കം അവർ ഗ്യാസിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലെ മിക്കവാറും എല്ലാ ഹോട്ടലുകളും ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, പലതും പരിപൂർണ്ണ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും മറുപടി പറയേണ്ടത് ഇതുപോലെയുള്ള ആളുകളാണ്. ക്രൈസിസ് സമയത്ത് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അക്കാര്യത്തിൽ ഒരു വലിയ പരാജയം BJP നേരിടേണ്ടി വരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരാള് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി എന്ന് പറയുന്ന മന്ത്രാലയം പറഞ്ഞത്. അതിനെക്കുറിച്ച് മറുപടി അറിയണമെങ്കിൽ മന്ത്രാലയത്തിൽ വരാൻ. അപ്പൊ അത്തരം മറുപടികൾ സിനിമയിലൊക്കെ കൊള്ളാം. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് പറയില്ല, സിനിമയിലെ ഡയലോഗ് കേട്ടു പോകുന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ബന്ധത്തിന്റെ പൊതുവായ വികസന കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ്? കാരണം പൊതുവെ അതാണ് പ്രധാനപ്പെട്ട വിഷയമായി വെക്കാറ്. പക്ഷെ അതിനപ്പുറത്ത് ഈ വിശ്വാസം അങ്ങനെ പല വിഷയങ്ങളും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇലക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമോ BJPയോ കോൺഗ്രസോ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ ഇവർ ചർച്ചയ്ക്ക് ശ്രമിക്കുന്ന ഡീലാണ്. ഡീൽ എന്ന് പറയുന്നത് വായുവിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു ആരോപണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ BJP അല്ല, ഇവിടെ നേരത്തെ രാഹുൽ ഗാന്ധി പറയുന്ന BJP ആയിട്ട് ഡീൽ എന്ന് പറയുന്നു, സതീശൻ പറയുന്ന SDP ആയിട്ട് ഡീൽ എന്ന് പറയുന്നു. അപ്പൊ യഥാർത്ഥ ഡീല് നടത്തുന്നത് കോൺഗ്രസ് ആണ്. ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ സംഭവിച്ചെന്താ, മറ്റത്തൂർ പഞ്ചായത്തില് അവിടെ 8 പഞ്ചായത്ത് മെമ്പർമാർ ഇരുട്ടി വെളുക്കുമ്പോൾ BJPക്കാരായിട്ട് മാറി, ഒന്നടക്കം മാറുകയാണ്. അതിനെപ്പറ്റി ഇതുവരെ നമ്മുടെ കേരളത്തിൽ ആ രീതിയിൽ ചർച്ച നടന്നിട്ടുണ്ടോ? ഈ പാർലം പഞ്ചായത്തില് അവിടെ BJP, LDF, UDF, അവിടെ കോൺഗ്രസ് ഒരു നിലപാട് എന്തെടുക്കും എന്നതിനെ സംബന്ധിച്ചാണ് അവിടെ പ്രശ്നമായത്. അതായത് BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷം സഹകരിക്കുമോ എന്ന ചർച്ചകൾ പോലും ഉണ്ടായി. അപ്പോൾ ഞങ്ങളത് അവിടെ എന്ത് വേണമെന്നുള്ള ആലോചിക്കാനിരിക്കുന്ന സമയത്ത് സംഭവിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അല്ല ഒരു മെമ്പർ വളരെ ബോധപൂർവം അവരുടെ വോട്ട് അസാധുവാക്കി. അപ്പൊ അവര് സിമ്പിളായി ജയിച്ചു. യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ചാൽ കഴിഞ്ഞ തവണ ചാലക്കുടി മാത്രമേ പോയിട്ടുള്ളൂ. ഇത്തവണ എത്ര മണ്ഡലം? ഞങ്ങള് ചാലക്കുടി അടക്കമുള്ള മണ്ഡലം, തൃശ്ശൂർ ഒരിക്കലും ഇടതുപക്ഷം 2019 അല്ല 2024 അല്ലെങ്കിൽ 2025 ഉണ്ടായ റിസൾട്ട് അല്ല. പല സർവേകളും വരുന്നുണ്ട്. പക്ഷേ സർവേകൾ പലതും ഇപ്പൊ സർവേകളെല്ലാം ശരിയായി കൊള്ളുന്നില്ല. കാരണം 2021 ഇലക്ഷനിലെ സർവേ എന്തായിരുന്നു? തൃശ്ശൂരിൽ ഞങ്ങൾക്ക് 1-2 സീറ്റ് കിട്ടുന്നായിരുന്നു, ബാക്കിയെല്ലാം സ്വീപ്പ് ചെയ്യുന്നതാണ് സർവേ ഫലം. ആ സർവേയാണ് ഉണ്ടായത്. അപ്പൊ ഈ ഇലക്ഷനിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളിപ്പോ നാട്ടിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന രീതിയിലേക്ക് 2 രീതിയിൽ നമുക്കൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാം. ഒന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഭരണവിരുദ്ധ വികാരം, അതായത് നമുക്ക് ഒരു ഭരണത്തോടുള്ള നമ്മുടെ അനുഭവം എന്താണ്, ഒരു ഭരണത്തിന്റെ ഭാഗമായി വികസനം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ കൊണ്ട് ഒരു ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ജനവികാരം ഉണ്ട്. അത് നമ്മൾ ഓർഗനൈസ്ഡ് അല്ല, അത് ഓർഗാനിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ ഓർഗാനിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല. പക്ഷെ ഇവിടെ ഉണ്ടാക്കിയത് കെട്ടിച്ചമച്ച ഭരണവിരുദ്ധ വികാരമാണ്. അതായത് മീഡിയകളും വലതുപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും കൂടി കെട്ടിച്ചമയ്ക്കാണ്. അതായത് ചില കാര്യങ്ങൾ, ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയും. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തോന്നില്ലല്ലോ. എന്നാൽ ആരോഗ്യരംഗം വെന്റിലേറ്റർ അല്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗത ഇവിടെയാണെന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ നിതീഷ് കുമാർ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണല്ലോ തേജസ്വി യാദവ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് എന്താണ്, എന്നാണ് കേരളം അല്ല ഞങ്ങളുടെ ബീഹാർ ഒരു ദിവസം കേരളം പോലെ ആവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പൊ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഞങ്ങളെടുക്കുന്ന ഒരു സമീപനം എന്താണ് ജനങ്ങൾക്ക് അറിയാൻ. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് 10 കൊല്ലം കൊണ്ട് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച് 2000-ലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് 62 ലക്ഷം കുടുംബങ്ങളുടെ അനുഭവമല്ലേ? അതെങ്ങനെയാണ് ഈ ഭരണകക്ഷികൾക്കും അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പിന്റെ സമയത്ത് വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുക? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിന് യാതൊരു സാധ്യതയോടെ ഇല്ല. ആളുകൾക്ക് ഭരണത്തോട് താല്പര്യമാണ്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ ഒരു ഭീകരനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു DCC പ്രസിഡന്റ് ഒരു അംഗവൈകല്യമുള്ള ഒരാളെ മർദ്ദിച്ച് താഴെയിടുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരു മീഡിയകൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അതേ സമയത്ത് ഒരു CPM-ന്റെ ഒരു സംസ്ഥാന ജില്ലാ സെക്രട്ടറി ആയിരുന്നെങ്കിൽ വലിയ ചർച്ചയായിരിക്കും. അപ്പൊ മുഖ്യമന്ത്രിയുടെ യോഗത്തില് ഒരു മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കയറിയിട്ട് ഒരാൾ ചോദ്യം ചോദിക്കുക എന്ന് പറയും നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണ്. ചോദിച്ചു,
മുഖ്യമന്ത്രി ശൈലിയിൽ അതിനൊരു മറുപടി പറഞ്ഞു. അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടായോ, നിങ്ങളുടെ അച്ഛന് വിഷമമുണ്ടായോ, അമ്മയ്ക്ക് വിഷമമുണ്ടായോ, മക്കൾക്ക് വിഷമമുണ്ടായോ, അയൽപ്പക്കാർക്ക് വിഷമമുണ്ടായോ എന്ന് ചോദിച്ച് അതിന് എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം അയാൾ പറയുന്നുണ്ട്, അല്ല ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റ്, ഇത്രയും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, പറ്റിപ്പോയതാണ്, എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാലും പിന്നെയും പറയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊരു ഹെഡ്ലൈനാക്കി മാറ്റി, ഒരു ടാഗ് ലൈനാക്കി മാറ്റി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ 10 കൊല്ലമായി നടന്നിട്ടും പോലും മുഖ്യമന്ത്രിയോട് അങ്ങനെ ജനങ്ങൾക്ക് വികാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അങ്ങനെ ചില വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും ജനങ്ങൾ പറയുന്നത് ഇതൊക്കെയാണെങ്കിൽ ഇടതുപക്ഷം വരുന്നതാണ് നല്ലത്. കാരണം ഈ UDFിലുള്ള ആളുകൾക്ക് വിശ്വാസമില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ ഭരണകാലത്ത് അവരെ വിശ്വാസം തെളിയിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവരുടെ ഇപ്പോഴത്തെ ലീഡർഷിപ്പിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ലീഡർഷിപ്പ് ഇപ്പൊ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ഈ നാളെ കിട്ടാൻ പോകുന്ന ഭരണത്തെ സംബന്ധിച്ചുള്ള അവരുടെ നാളെ ഞങ്ങൾക്കൊരു ഭരണം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഇപ്പൊ തന്നെ തല്ലുകൂടി തുടങ്ങിയിട്ടുണ്ട് അവര്. അപ്പോൾ അവർ ഭരണം കിട്ടിയെന്നായിരിക്കും സ്ഥിതി. കോൺഗ്രസിന്റെ അധപ്പതനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ അവർക്ക് ഇപ്പോഴും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ അതൊരു അവരുടെ പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ്. എന്താ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ഈ പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അധികാര രാഷ്ട്രീയം. ഒരു പാർട്ടി തകരുന്നത് എപ്പോഴാണെങ്കിലും അവരുടെ യഥാർത്ഥ രാഷ്ട്രീയത്തിൽ നിന്നും അവർ വ്യതിചലിച്ച് പവർ പൊളിറ്റിക്സിന്റെ പിറകിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏതൊക്കെ പാർട്ടി പോയിട്ടുണ്ടോ അവർ തകർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രശ്നം അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കണ്ടിട്ടുള്ള അവരുടെ രാഷ്ട്രീയ നിലപാടുകളാണ് അവരെ തകർത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശുഭപ്രതീക്ഷയാണ് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ. തൃശ്ശൂർ മണ്ഡലത്തിൽ ചാലക്കുടി കൂടി ചേർത്ത് 14 കിട്ടും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചാലക്കുടിയാണ്. ഞാനിപ്പോ ഇത് പിന്നെ ഞങ്ങൾ സിറ്റിംഗ് സീറ്റുകൾ ഇപ്പോൾ ഏത് സീറ്റ് എടുത്ത് പരിശോധിച്ചാലും ഞങ്ങൾക്ക് അവിടെ ജയിക്കാനുള്ള സകല സാധ്യതകളും എല്ലാ സീറ്റിലും ഉണ്ട്. ചാലക്കുടിയിൽ ചില ഘടകങ്ങൾ കൊണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളൊരു പരാജയമാണ്. ഇത്തവണ അവിടുത്തെ പിന്നെ സിറ്റിംഗ് MLA സംബന്ധിച്ചാണെങ്കിൽ ആളുകൾക്ക് നല്ല അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ വിരോധമുള്ള ആളൊന്നുമില്ല. പക്ഷെ അവിടെ ജനങ്ങൾക്ക് ഒരു വിരുദ്ധ വികാരമുണ്ട്. അതുകൂടി കണക്കാക്കുമ്പോൾ ചാലക്കുടിയിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഇനിയിപ്പോ ഇരിങ്ങാലക്കുടയ്ക്ക് പോകാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അവിടെ എത്തുമ്പോൾ പരിപാടി കഴിയും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ സന്തോഷം. അപ്പോൾ അത് സന്തോഷം.